ഇതിനകത്ത് നമുക്കൊരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലൊരു ആശയക്കുഴപ്പം അവർ പുറത്ത് കാണിക്കുന്നുണ്ട് ചരിത്രപരമായി തന്നെ. ഇപ്പോൾ 49-ൽ 86-ൽ 89-ൽ 92-ൽ കൃത്യമായി കോൺഗ്രസ് ഈ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ സഹസ്ഥാപകരാണ്. ഒരു സാഹചര്യത്തിലും കോൺഗ്രസ് രാമക്ഷേത്ര ഇപ്പോൾ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷവും രാമക്ഷേത്ര നിർമ്മാണം വേണം എന്നുള്ള ആവശ്യമാണ് കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ളത്. കോൺഗ്രസ് എവിടെയാണ് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? 22-ാം തീയതിയത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഒരു രാഷ്ട്രീയ ചടങ്ങാണ്, അതിന് ഞങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരൊറ്റ വിഷയത്തിൽ മാത്രമാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഈ BJPയുമായി വേറിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെയും രാമക്ഷേത്രത്തിൻ്റെ ശിലാന്യാസം അനുവദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാമക്ഷേത്രത്തിന് അല്ലാതെ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ശിലാന്യാസ്? അപ്പോൾ ശിലാന്യാസം അനുവദിക്കുക വഴി ബാബറി മസ്ജിദ് പൊളിയുമ്പോൾ അത് നോക്കി നിന്നത് വഴി അവിടെ രാമക്ഷേത്ര നിർമ്മാണം വേണം എന്ന് സുപ്രീം കോടതി വിധിക്ക് ശേഷം നിലപാട് വ്യക്തമാക്കുക വഴി പിന്നെ ആ രാമക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ പോയി തൊഴുന്നതിൽ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ചലിപ്പുണ്ടാകേണ്ട കാര്യമില്ല, കോൺഗ്രസ് സഹസ്ഥാപകൻ എന്നുള്ള നിലയിൽ. പക്ഷേ വ്യത്യസ്തമായ ഒരു നിലപാട് അവരെടുത്തിട്ടുള്ളത് ഈ രാഷ്ട്രീയ നിലപാട്, അല്ലെങ്കിൽ 22-ാം തീയതി പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഒരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയ നരേന്ദ്രമോദിയുടെ തീരുമാനത്തിനെതിരെ മാത്രമാണ്. അതുകൊണ്ട് കോൺഗ്രസ്സിന് ആശയക്കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രഥമ ദൃഷ്ടിയ ആശയക്കുഴപ്പമുണ്ട് എന്നല്ലാതെ കോൺഗ്രസ് രാമക്ഷേത്രത്തിനൊപ്പം തന്നെയാണെന്നേ. കോൺഗ്രസ് അതുകൊണ്ട് തന്നെ രാമക്ഷേത്രത്തിലേക്ക് പോയി ഇന്നിപ്പോൾ ഹനുമാൻഗഡിയിൽ പോയി വിഗ്രഹത്തിൽ തൊഴുന്നതിലൊന്നും ഒരു അത്ഭുതവും ഞാൻ കാണുന്നില്ല. അത് നേരത്തെ പിന്നെ കമൽനാഥല്ലേ അവിടേക്ക് വെള്ളിശിലകൾ അയച്ചത്, പ്രിയങ്കാ ഗാന്ധിയല്ലേ ക്ഷണിച്ചില്ല എന്ന് പരാതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു അവ്യക്തത അക്കാര്യത്തിലില്ല. പക്ഷേ പൊതുവെ ഒരു തോന്നാം അവ്യക്തതയുണ്ട് എന്നുള്ളത് തോന്നാം എന്നല്ലാതെ എനിക്ക് ഞാൻ ഈ ഘട്ടത്തിൽ കോൺഗ്രസിനെ ചീത്ത വിളിക്കാനൊന്നും പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നടന്നോട്ടെ. Meet the editors.